ഹലോ ഫ്രണ്ട്സ്, നോൺ വെജ് കഴിക്കുന്നവരുടെ പ്രിയപ്പെട്ട റെസിപ്പിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായി ഇവിടെ ഞാൻ 500 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 10 പീസസ് ഉണ്ട്. 3 പേർക്ക് സെർവ് ചെയ്യുന്ന രീതിയിൽ ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മല്ലിയില, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ തൈര്. ഇതെല്ലാം കൂടി നന്നായി ഇളക്കിയെടുക്കുക. മസാല എല്ലാം നന്നായി പറ്റി പിടിക്കണം. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ റെഫ്രിജറേറ്ററിൽ 1 മണിക്കൂർ വെക്കണം. അടുത്തതായി നമുക്ക് 1.5 കപ്പ് അരി എടുക്കണം. ഇവിടെ ഞാൻ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാസ്മതി റൈസ് എടുക്കാം. അരി നന്നായി കഴുകി 15 മുതൽ 20 മിനിറ്റ് വരെ സോക്ക് ചെയ്യാൻ വെക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വെള്ളം ചൂടാക്കാം. ഞാൻ ഇവിടെ 5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ബേ ലീഫ്, 4-5 എണ്ണം ഗ്രാമ്പൂ, 3 കറുവാപ്പട്ട, 2 ഏലക്ക എന്നിവ ഇടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പിടണം. 1 ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക. ഇത് അരി തമ്മിൽ പറ്റി പിടിക്കാതിരിക്കാനാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് സോക്ക് ചെയ്ത അരി ഇടണം. അരി 1/4 ഭാഗം വേവണം. ഇവിടെ ഞാൻ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. 4 മിനിറ്റാണ് വേവിച്ചിരിക്കുന്നത്. 3 മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞെടുക്കുക. 1 അടി കട്ടിയുള്ള പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് 2 ബേ ലീഫ്, 1 കറുവാപ്പട്ട, 2 ഗ്രാമ്പൂ എന്നിവ ഇടുക. അരിഞ്ഞിട്ട് സവോള അതിലേക്ക് ഇടുക. നന്നായി ഇളക്കി കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇടയ്ക്ക് അടി പിടിക്കാതിരിക്കാൻ ഇളക്കി കൊടുക്കണം. സവോള ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നവരെ ഇളക്കുക. പകുതി സവോള ബിരിയാണി ഗാർണിഷ് ചെയ്യാനായി മാറ്റി വയ്ക്കുക. മറ്റു പകുതിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഇളക്കുക. മസാല എല്ലാം സവോളയായിട്ട് യോജിപ്പിക്കണം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് 1 മിനിറ്റ് ഇളക്കണം. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇടുക. ഇതെല്ലാം ഒന്ന് നന്നായി ഇളക്കണം. മസാലയെല്ലാം പിടിച്ചതിന് ശേഷം 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ ആദ്യം 5 മിനിറ്റ് വേവിക്കുക. ചിക്കൻ അടി പിടിക്കാതിരിക്കാതെ ശ്രദ്ധിക്കുക. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇടണം. ഇവിടെ ഞാൻ ഹോം മെയ്ഡ് ചിക്കൻ മസാല ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മസാല ഇട്ടതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കുക. ചിക്കൻ ഒരു 1/4 ഭാഗം വേണം വേവാൻ. ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെയറിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായി ആദ്യം ഒരു യൂസ് ചെയ്യാത്ത പാൻ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കുക. അതിൻ്റെ മേലിൽ ചിക്കൻ ഉണ്ടാക്കിയ പാത്രം വെക്കണം. ഇനി കുറച്ച് മല്ലിയില ഇടണം. അതിൻ്റെ മേലിൽ ബിരിയാണി റൈസ് ആദ്യത്തെ ലെയർ ഇടുക. ഇവിടെ ഞാൻ ടർമറിക് മിൽക്കാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാഫ്രൻ മിൽക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ മാറ്റി വെച്ചിരിക്കുന്ന സവോള ഒന്ന് ഗാർണിഷ് ചെയ്യാം. മല്ലിയിലയും ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾക്ക് മറ്റ് പകുതി ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ലെയർ ഇട്ട പോലെ ടർമറിക് മിൽക്ക്, സവോള, മല്ലിയില എന്നിവ ഇട്ട് കൊടുക്കാം. ഏറ്റവും അവസാനം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്ത് മൂടി വയ്ക്കുക. ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് വെക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇടയ്ക്ക് ലിഡ് തുറക്കരുത്. 15 മിനിറ്റ് ആയതിനു ശേഷം ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യുക. 30 മിനിറ്റ് ആയതിനു ശേഷം വേണം ലിഡ് തുറക്കാൻ.
ഇവിടെ നമ്മുടെ ചിക്കൻ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് റൈത്തയുടെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.